ഹായ് ഹലോ എല്ലാവരും എന്നെ പറയുന്നു സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഒരു അവീനോടെ ബേബി വാഷ് ആൻഡ് ഷാമ്പൂവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് എൻ്റെ ഏകദേശം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാനിപ്പം ഉപയോഗിച്ച് തുടങ്ങിയതല്ല. എൻ്റെ മോന് 2 വയസ്സുണ്ട്. അപ്പം 2 വർഷത്തെ എന്താ പറയുക, ഒരു വെയിറ്റിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാൻ വേണ്ടി. അപ്പം അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ അഡൾട്ട്സിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതല്ലല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ. അപ്പം ഞാനതിൽ ഫുള്ളി 100% കംഫർട്ടബിളാണ്, ഞാൻ ഓക്കെ ആണ് ഈ ഒരു പ്രോഡക്റ്റിലെങ്കിൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം ഇത്രയും നാളും ഞാൻ അത് യൂസ് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. എനിക്ക് ഒരു നെഗറ്റീവും പറയാനില്ല, നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. അപ്പം അതിനുള്ള ഒരു റീസണും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം ഞാൻ ഇതിനെപ്പറ്റി പറയാം, എന്നിട്ട് ഞാൻ സ്റ്റോറി പോലെ പറയാം. കാരണം അന്നേരം ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് പാർട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് പോകാമല്ലോ. ഓക്കെ, അപ്പം അപ്പം അവീനോടെ നമ്മൾ ഡെയിലി വാഷ് ആൻഡ് ഷാമ്പൂവിൻ്റെ മെയിനായിട്ടുള്ളൊരു യൂസ് എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഹെയറും വാഷ് ചെയ്യാം, ബോഡി പാർട്ടും വാഷ് ചെയ്യാം. ഇപ്പോൾ രണ്ടിനും നമ്മൾ സെപ്പറേറ്റ്, ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ സെപ്പറേറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, ഇപ്പം പക്ഷേ നമുക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു അവീനോടെ കേസിൽ. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സാധനങ്ങൾ ഈ ബോഡി വാഷൊക്കെ എനിക്ക് തോന്നുന്നു ബോഡി മാത്രമേ വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വാഷ് ആൻഡ് ഷാമ്പൂ ആണ്. അപ്പം നമുക്ക് ഹെയറിനും കുഞ്ഞുങ്ങളുടെ ഹെയറിലും ഇതാക്കാം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ഇപ്പം ഇത് കണ്ണിൽ വീണാലൊന്നും അവന് ഇറിറ്റേഷനാവോ, കണ്ണ് ചുമക്കുവോ, അല്ലെങ്കിൽ എന്താ പറയുക, മുഖം കഴുകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ കരയുവോ, കണ്ണ് നീറുവോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ കണ്ണിൽ തേക്കരുത്, പക്ഷേ വീണാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്കും ഈവൻ ഓയിലി സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്കും പിന്നെ നോർമൽ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഇത് ഒരു മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കും സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് മെയിനായിട്ടും ഇവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ഹൈലി pH ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു മോയ്സ്ചറൈസർ പോലെ ആക്ട് ചെയ്യും. നമ്മളിത് അത് കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു സോപ്പിട്ട് നമ്മൾ കൈ കഴുകുമ്പം നമുക്ക് ആ ഒരു ഭാഗം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലൊരു ഫീൽ വരും. അതേസമയം കുഞ്ഞിന് നമ്മളിത് ഉപയോഗിച്ച് കുഞ്ഞിനെ നമ്മൾ വാഷ് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു സ്കിന്ന് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലും വരും. അപ്പം ഇത് എനിക്ക് തോന്നുന്നു, അപ്പം ഇതൊരു കുറച്ച് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാൻ. ഇതിൻ്റെ ബ്ലൂ ക്യാപ്പ്, ഒരു വയലറ്റ് ക്യാപ്പ് വരുന്നതുകൊണ്ട് ഇതും സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെന്താ, ഞാൻ അതും യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പാരഫിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അങ്ങനെ സ്കിന്നിന് ഇഷ്യൂസ്, റാഷസ് ഒന്നും വരത്തില്ല. എസ്പെഷ്യലി ഇപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരിത് പ്രിഫർ ചെയ്യുന്നുണ്ട് കമ്പനി. അതും അതായത് ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു മെഡിസിൻ ഒന്നുമല്ല, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. നമ്മുടെ ഇവിടെ വാൾമാർട്ടിലും ഇവിടെ നമ്മുടെ എന്താ പറയുക ആമസോണിലും കടകളിലും ഒക്കെ കിട്ടും. നാട്ടിലാണെങ്കിലും ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നാട്ടിലെ വില എനിക്ക് തോന്നുന്നു എബവ് 1000 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ആണെങ്കിലും ഏകദേശം അതേ റേഞ്ചൊക്കെ തന്നെ വരും. അത് പക്ഷേ ക്യാഡിലാണെന്ന് മാത്രം. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഈ ഒരു അവീനോടെ ബേബി വാഷ് ആൻഡ് ഷാമ്പൂവിൻ്റെ ഒരു കാര്യങ്ങൾ. മെയിനായിട്ടും ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം, പിന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എൻ്റെ അവൻ്റെ ഡ്രൈ സ്കിന്നല്ല, ഒരു നോർമൽ സ്കിന്നാണ്. അപ്പം അവന് നമ്മളിത് 2 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുളിക്കുമ്പം തല കഴുകും. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. 1-2 ഡ്രോപ്പ് എടുക്കുക, നമ്മൾ തേക്കുന്ന അതിനകത്തോട്ട് ഒഴിച്ച് പതപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പതയില്ല, പിന്നെ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ ദേഹം ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ ഒരു ഷാമ്പൂ യൂസ് ചെയ്യുക. നന്നായിട്ട് ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുക. തലയിലും ഉപയോഗിക്കാം.
തലയിൽ ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് തലയിൽ വേണമെങ്കിലും കുഞ്ഞുങ്ങളുടെ തല വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വലിയവർക്ക് സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഇപ്പം ഏജ് ആയവർക്കൊക്കെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ് ചെയ്യാം. അവർക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമേ ഉള്ളൂ. അപ്പം ഞാൻ ചില സമയത്ത് മുഖമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി സാധാരണ ഇത് എടുക്കാറുണ്ട്. അങ്ങനെ നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഇതായിട്ട് ഉപയോഗിക്കാം, മീൻസ് വിശ്വസിച്ച് യൂസ് ചെയ്യാമല്ലോ. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് മണമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ട് ഇറക്കുമ്പോൾ നല്ല മണമായിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനത്തെ മണമൊന്നുമില്ല. ഈ ഒരു സാധനത്തിന് ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ളൊരു ഇതേ ഉള്ളൂ. അതൊരു മണം എന്ന് പറയാനും ഇല്ല. അപ്പം മണം വേണമെങ്കിൽ സെറ്റാഫിൽ യൂസ് ചെയ്താൽ മതി. സെറ്റാഫിൽ ഇട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ നല്ല മണമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ നമ്മൾ പ്രിഫർ ചെയ്യത്തില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്, എസ്പെഷ്യലി ന്യൂ ബോൺസിനൊന്നും നമ്മൾ മണമുള്ള സാധനങ്ങളൊന്നും അങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല, സെൻറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതും നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അതും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ യൂസ് ചെയ്ത് റീസെൻ്റ്ലി ആണ്. ഡേ കെയറിലൊക്കെ പോയി, ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ, അപ്പം കുറച്ചൊന്ന് റിഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അതൊക്കെ ഇടാനും യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് കണ്ടിന്യൂസ് ഞാൻ യൂസ് ചെയ്യുന്നത് അവീനോടെ തന്നെ എല്ലാ സാധനങ്ങളും. ഇപ്പം അവീനോടെ ഒരു അതും കുഞ്ഞ് ഡേ കെയറിൽ പോയി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. അവീനോടെ ഒരു ക്രീം. ആ ക്രീമിന് നല്ല മണമാണ്. അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ അത് പറഞ്ഞപ്പോൾ ഓർത്ത്, എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്താണെങ്കിൽ ചെറുതായിട്ട് ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. നെറ്റിയിൽ 1-2 പാട്, അതുപോലെ തന്നെ ബാക്കിൽ പുറത്തും ഈ പറഞ്ഞ പോലെ 1-2 പാടുകൾ, ഒരു കളർ വ്യത്യാസം പോലെ, അവൻ്റെ കറക്റ്റ് ഷെയ്ഡിൻ്റെക്കാട്ടിലും ഒരു ഡിഫറൻസ് തോന്നി. അങ്ങനെ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. അവീനോടെ തന്നെ ക്രീമാണ് ഉപയോഗിച്ച, വേറെ ക്രീമുകളോ ഓയിൻമെൻറ്റോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് മാറിയായിരുന്നു. പക്ഷെ അത് മേ ബി അത് സ്കിന്ന് ഡ്രൈ ആയി തുടങ്ങിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായിരിക്കാം. അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് മാറിയതായിരിക്കാം. എന്തായാലും എനിവേ ഇത് ഞാൻ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഇതാണ് യൂസ് ചെയ്തത്. അപ്പം പക്ഷെ അത് ചേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചേഞ്ച് ഉണ്ട്, അത് പൂർണ്ണമായിട്ട് മാറി. പിന്നെന്താ, പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും നിങ്ങൾ യൂസ് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഡോക്ടറെ കണ്ടിട്ട് മാത്രം മെഡിസിൻസ് യൂസ് ചെയ്യുക, ഡോക്ടറെ കണ്ടിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് അവനെ കുളിപ്പിക്കുന്ന ഒരു ലോഷനെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നല്ല ലോഷനാണ്, വേണമെന്ന് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ടോ. എന്നടുത്ത് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവീനോടെ വാഷ് ആൻഡ് ഷാമ്പൂവിനെ പറ്റി പറയുമോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ മെയിനായിട്ടും റിവ്യൂ ചാനൽ തന്നെയാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, നോട്ടിഫിക്കേഷൻസൊക്കെ ഓണാക്കി വെക്കുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും പ്രോഡക്ട്സിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. നെക്സ്റ്റ് റിവ്യൂ വീഡിയോ തന്നെ ആയിരിക്കും, ഉടനെ തന്നെ കാണാം. അപ്പം ടിൽ ദെൻ ബൈ. സീ യു സൂൺ.